ഈദ് മുബാറക്ക്. ഇത് ഈദിൻ്റെ അന്നത്തെ വ്ളോഗാണ് ഗായ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നീറ്റ് 4 മണിക്ക് നീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോകാൻ സെറ്റായി നിൽക്കണം. അപ്പോൾ മൈലാഞ്ചി ചോത്ത് നോക്കിയാണ് ഗായ്സ്. പക്ഷെ മൈലാഞ്ചി ചോത്തില്ല. ഈവനിങ് ആയപ്പോഴത്തേനും അത്യാവശ്യം നല്ല കളർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ രാവിലെ 1 മണിക്ക് പുലർച്ചെ 1:30 ഒക്കെ ആയിക്കണ് ഞാൻ ഇട്ടപ്പോൾ. അപ്പോൾ തീരെ ചോത്തുണ്ടായിരുന്നില്ല. പിന്നെ അന്നത്തെ ദിവസം ഉറക്കമുണ്ടായിട്ടില്ല, ഉറങ്ങിയിട്ടില്ല കാര്യമായിട്ട്. എന്നിട്ട് അങ്ങനെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി. 5:45 നിസ്കാരം. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടാവും എന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സിറ്റിംഗ് സ്പേസ് കിട്ടത്തില്ല. അത്യാവശ്യം നല്ല ആൾ ഉണ്ടായിരുന്നു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ഉള്ള ആൾക്കാർ നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടു തന്നിരുന്നു കേട്ടോ. ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ച് നമ്മൾ കുറേ ചോക്ലേറ്റ് കിട്ടിയ ചോക്ലേറ്റൊക്കെ മേടിച്ച് അവിടുന്ന് ഒരു വെള്ളമൊക്കെ എടുത്ത് നമ്മൾ മെല്ലെ പുറത്തിറങ്ങിയിട്ട് നല്ല ക്രൗഡുള്ളതിനെ കൊണ്ട് പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് റൂമിൽ പോകാമെന്ന് വെച്ച് അങ്ങനെ ഒരു കഫ്തേരിയയിൽ കയറി കോഫി കുടിച്ച് പിന്നെ സ്നാക്സും കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് വിട്ട്. റൂമിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പറുതിട്ട കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ രാവിലെ നമ്മൾ റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കുന്നില്ല എന്ന് വെച്ചതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയത്. കാരണം ഉച്ചയ്ക്കത്തെ ഫുഡ് നല്ല അത്യാവശ്യം ഹെവി ആക്കി ഉണ്ടാക്കാമെന്ന് വെച്ച് നമ്മൾ കപ്സയും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ഇട്ടിരുന്നത്. അപ്പോൾ റൂമിൽ ഉള്ള പിള്ളേർ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേനും. പിന്നെ നമ്മൾ ഈദിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഈദ് ഔട്ട്ഫിറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഔട്ട്ഫിറ്റും. എല്ലാവരും സെറ്റായി പുറത്തിറങ്ങുന്നത്. പിന്നെ നമ്മൾ അടുത്ത് തന്നെ ഉള്ള ഒരു ട്രഡീഷണൽ സൂക്കുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്ന് വെച്ച് അങ്ങനെ നമ്മളെ ലിഫ്റ്റ് എപ്പോഴും നമുക്ക് പണി തരും കേട്ടോ. പെട്ടെന്ന് അത് ഡോറ് ക്ലോസ് ആവും. നമ്മൾ ഇറങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ പെട്ടെന്ന് ഡോറ് ക്ലോസ് ആവും. അങ്ങനെ മുഫി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്നിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. നല്ല വെയിലെന്ന് പറഞ്ഞാൽ ടൈം 9 മണി എങ്ങാണ്ടോ ആയിട്ടുള്ളൂ. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നമ്മളെല്ലാവരും ഔട്ട്ഫിറ്റും വരുന്നത് ഇതാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ചുരിദാർ ഇട്ടിട്ടുണ്ടായിരുന്നു. പെരുന്നാളാകുമ്പോൾ ചുരിദാർ ഫസ്റ്റാണല്ലോ. അങ്ങനെ ചുരിദാറായിരുന്നു എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറേ ഫോട്ടോസ് എടുത്ത് കുറേ വീഡിയോസ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് റൂമിൽ പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്ത് ഞാൻ അവരെ കൂടെ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ ചെന്നുകൊണ്ട് ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു.